11:7 ഇങ്ങനെയാണ്. ഇവിടങ്ങളിൽ ഒരു മെഡിക്കൽ കോളേജ്, മലപ്പുറം ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന് ആവട്ടെ ജില്ലാ ഹോസ്പിറ്റലിന് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചു എന്നു മാത്രം. വേണ്ടത്ര സജ്ജീകരണങ്ങൾ സൗകര്യങ്ങളായിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും നീതി കിട്ടണം. അത് പുനഃക്രമീകരണമാവാം, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓരോരുത്തർക്കും അർഹമാകുന്ന വിധത്തിൽ കിട്ടേണ്ട ആരോഗ്യ സംവിധാനങ്ങളാവണം എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു കാര്യം തിരിച്ചറിയണം, മലപ്പുറം ജില്ലയിൽ ഇത്രയും ജനസാന്ദ്രത കൂടിയത് മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾ പെറ്റ് പ്രസവിച്ച് പെരുകിയത് കൊണ്ട് മാത്രം അല്ല, മറിച്ച് മലപ്പുറം ജില്ലയുടെ സാഹോദര്യവും മതസൗഹാർദ്ദവും സ്നേഹവുമാണ് അതിന് കാരണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. സ്കൂളിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോക്ക് നടത്തുന്നു. ഇല്ലാതിരിക്കാൻ എന്താണ് പരിഹാര മാർഗം? കണ്ടെത്തിയത് രണ്ടായിരുന്നു. ഒന്ന്, അത്യാധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. മറ്റൊന്ന്, പഠന നിലവാരം മെച്ചപ്പെടുത്തുക. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ 5000 കോടി രൂപ ചെലവഴിച്ച് സ്കൂളുകൾ അത്യാധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങി. കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സീറ്റ് കിട്ടുന്ന നന്നേ കുറവാണ്. അപ്പൊ അതിന് ഫുൾ പാസ് സിസ്റ്റം ഒഴിവാക്കണം. അതൊഴിവാക്കി പരീക്ഷകൾ ക്രമീകരിച്ചു. കഴിഞ്ഞ SSLCയുടെ മുമ്പ് 71,000 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ഫുൾ A+ ഹോൾഡേഴ്സ് എങ്കിൽ കഴിഞ്ഞ റിസൾട്ടിൽ 60,000 കുട്ടികൾ മാത്രമാണ് ഫുൾ A+ കിട്ടിയത്. 11,000 കുട്ടികൾ മൊത്തത്തിൽ കുറഞ്ഞു. പക്ഷേ മലപ്പുറം ജില്ലയിൽ കുറയുകയല്ല ചെയ്തത്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷത്തേക്കാൾ A+ ഹോൾഡേഴ്സ് വർദ്ധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തിന് മുമ്പ് 3,900 കുട്ടികളായിരുന്നുവെങ്കിൽ